മോനാ, ഞാൻ തീർത്ത് പറയാം, തന്നെ തോപ്പിച്ചതാ, പ്ലാൻ ചെയ്ത് തോപ്പിച്ചതാ. താ വീണു പോയിടും. അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് അവള് ജോലിക്ക് പോകണ്ട വക്കീലേ. താൻ എല്ലാവരുടെ മുന്നിൽ നിന്ന് വാക്ക് കൊടുത്തതല്ലേ അവനെ ജോലിക്ക് വിടാന്ന്. വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. തൽക്കാലം വക്കീലേ കേസ് പിൻവലിക്കണ്ട. ഞാൻ പറയാം. തൽക്കാലേ താൻ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് ഡീൽ ചെയ്യും. പിന്നെ മാളൊന്നും അറിയണ്ട. തൻ്റെ ആ നല്ല ഇമേജ് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കട്ടെ വീട്ടിൽ. ശരി വക്കീലേ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനതൊന്നും ഒരിക്കലും അറിയില്ലായിരുന്നു. ഓ, ഇതൊക്കെ ഒരു കൂട്ടുകാരൻ്റെ കടമയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ എങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകില്ലേ? 100%. അവളുടെ അച്ഛനെ ഞാൻ കാണുന്നുണ്ട്. അത് താൻ കണ്ടോ? പക്ഷെ മാളു ഒന്നും അറിയില്ല വക്കീലെ. പക്ഷെ അവൾക്ക് പറ്റിക്കാൻ വേണ്ടി ഞാൻ നിന്നു കൊടുത്തില്ലേ. താനൊരു നിഷ്കളങ്കനാണെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ഭാര്യയും ഇതിന് കൂട്ടുകാണുമല്ലേ? ഉറപ്പല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാൻ വക്കീലെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല വക്കീലെ. ഇത്രയും കഷ്ടപ്പെട്ട് രണ്ടിനെയും തമ്മിൽ തെറ്റിച്ച് ഞാനൊരു കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ മോള് വന്നിരിക്കുന്ന കോംപ്രമൈസിൽ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ മോന? അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഈ ഞാൻ സമ്മതിക്കുമോ? അങ്ങനെ എങ്ങാനും സംഭവിച്ച പിന്നെ ഈ നാരായണ വക്കീലിനെ എന്തിനു കൊള്ളാം മോന? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇന്നിവിടെ നടന്ന കാര്യമല്ല ഞാൻ അരുന്ധതി അറിയിക്കുന്നുണ്ട് കേട്ടോ. ശരി ചേച്ചി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. നീ എന്തു വിചാരിച്ചടി? ഞാൻ വെറും പൊട്ടനാണെന്ന്. നിന്നെ നിന്റെ അച്ഛനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്റെ മോളെ വെച്ച് കളിച്ചല്ലേ? മാള് പറഞ്ഞ ഞാൻ എല്ലാം ചെയ്യുന്നുള്ള കാര്യം നിനക്കറിയാം. നീ അത് മുതലാക്കിയല്ലേ? പാവം എന്റെ മോളെ എന്തിനാണ് നീ കരുവാക്കിയത്? എടോ, താൻ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിക്കോ കുടിക്കാതിരിക്കോ ചെയ്യും. അതിനെനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു മാറ്റവും ഇല്ലല്ലോ ആവണി. ഞാൻ മാറാൻ തീരുമാനിച്ചതാ. പിന്നല്ലേ എനിക്കുള്ള കളി മനസ്സിലായത്. എടീ, നിനക്ക് ജോലിക്ക് പോകാൻ വേണ്ടി നീ എൻ്റെ മോളെ ഇറക്കി എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കിയല്ലേ? അത് ആലോചിക്കുമ്പോഴടി എനിക്ക്